ഹലോ എവരിവൺ. മെനി ഓഫ് us ഹാവ് നെഗറ്റീവ് തോട്ട്സ് അല്ലേ? നമ്മളിൽ പലർക്കും നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചില സമയങ്ങളിൽ ഇത് ഫ്രീക്വന്റ് ആയിട്ട് നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യും. ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. അതോടൊപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ അത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാറുമില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുമ്പോൾ മനഃപൂർവ്വം തന്നെ നമ്മൾ ആ നെഗറ്റീവിന്റെ ഓപ്പോസിറ്റുകൾ പറയാൻ ശ്രമിക്കുമ്പോൾ, അതായത് പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് ആ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ തിങ്കിങ്ങിലും നമ്മളുടെ പ്രവൃത്തിയിലും എല്ലാം സ്വാധീനം ചെലുത്തും. ഇത് തന്നെയാണ് നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്താണ് ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ? അഫർമേഷൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. അത് നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയെടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പവർഫുൾ ആണ് ഈ അഫർമേഷൻസുകൾ. നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് ചിന്തകളെ മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ട് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ തിങ്കിങ്ങിനെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. നമ്മളുടെ ചിന്തകളെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ട് എന്തിനും ഏതിലും കാണുന്ന നമ്മളുടെ സ്വഭാവത്തെ മാറ്റി പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മളുടെ ചിന്തകളും പോസിറ്റീവ് ആകും. അതിന്റെ ആ ഒരു പ്രതിഫലനം നമ്മളുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും. നമ്മളുടെ ആങ്സൈറ്റി കുറയ്ക്കും, ഡിപ്രഷൻ കുറയ്ക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എന്ത് കാര്യം ചെയ്യാനായിട്ടുമുള്ള കഴിവുണ്ട്, പക്ഷെ നമ്മളുടെ കഴിവിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവ്, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ കഴിവ് കുറഞ്ഞതാണ് എന്നുള്ള ചിന്ത. അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് ഈ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഏരിയാസ് കാണും. ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, നമുക്കറിയാം നമ്മുടെ ഒരു ദുശീലം അതൊന്നും മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഈ അഫർമേഷൻസ് സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് അഫർമേഷൻസ് യൂസ് ചെയ്യേണ്ടത്, അത് എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അഫർമേഷൻസ് നമ്മൾ പറഞ്ഞാലും മതി എന്ന് പറയും, എന്നാൽ കൂടുതൽ എഫക്റ്റീവും പവർഫുള്ളും ആക്കണമെങ്കിൽ, അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തിങ്കിങ്ങിനെയൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുന്ന രീതിയിൽ ഈ അഫർമേഷൻസിനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ അത് എഴുതുക തന്നെ വേണം. അഫർമേഷൻസ് എഴുതണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഒരു കാര്യം എഴുതണമെങ്കിൽ നമുക്കൊരു ബുക്കും ഒരു പെന്നും വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഈ അഫർമേഷൻസ് എഴുതാനായിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡയറി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. വളരെ കുറഞ്ഞ നമ്മുടെ ബഡ്ജറ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലെ പഠിക്കുന്നവരാണെ അറിയാം, ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ഡയറി അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ പ്രെറ്റി ആയിരിക്കും അല്ലെ? നമുക്ക് അതിനോട് ഇഷ്ടമുള്ള ഒരു പിക്ചർ ഉള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ അഫർമേഷൻസ് എഴുതാനും നിങ്ങൾ അങ്ങനെയുള്ള ഒരു ബുക്ക് തന്നെ, ബുക്കെന്നല്ല ഒരു ഡയറി തന്നെ സെലക്ട് ചെയ്യുക. എപ്പോഴും എഴുതുമ്പോൾ സെയിം ബുക്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് എടുക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്ത് വെക്കുക. അതോടൊപ്പം പെൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള പെൻ, അത് സ്ഥിരം ഒന്ന് തന്നെ യൂസ് ചെയ്യാണ്ട് ശ്രമിക്കുക. ഇതൊക്കെയും നമുക്ക് ആ എഴുതാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് കാര്യമാണ് എഴുതണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അഫർമേഷൻസ് ആണ് എന്നാൽ അത് പവർഫുൾ ആണ്, കുറെ കാര്യങ്ങൾ അങ്ങ് എഴുതിയേക്കാമെന്ന് ഓർത്ത് ചവറ് പോലെ എന്തെങ്കിലും എഴുതിയാൽ അതുകൊണ്ടൊന്നും നമുക്കൊരു യൂസ് ഉണ്ടാവില്ല. അപ്പൊ എഴുതേണ്ട എന്ത് കാര്യമാണ്, അല്ലെ എൻ്റെ ലൈഫിൽ ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, അത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യമായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ശീലങ്ങളായിരിക്കാം. അങ്ങനെ നമ്മളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ അത് എഴുതുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കണ്ടുപിടിച്ചു വെക്കുക. അത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു കാര്യത്തിലായിരിക്കും ഏറ്റവും അത്യാവശ്യം, ചിലർക്ക് 4-5 കാര്യങ്ങൾ കാണും. അത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസിന് വേണ്ടി നമുക്ക് ഇത് ചെയ്യാം. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് അത് ഏറ്റവും നല്ലത്. കഴിയുമെങ്കിൽ ഒരു 5 കാര്യം, അല്ലെ മാക്സിമം പോയാൽ ഒരു 10 അഫർമേഷൻസ്, അതിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എഴുതേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും എഴുതുന്ന സെന്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സിമ്പിൾ ആയിരിക്കണം, വളരെ ചെറിയ സെന്റൻസ് ആയിരിക്കണം, വളരെ സ്വീറ്റ് ആയിരിക്കണം. നമുക്ക് പറയാനും വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുതാൻ താല്പര്യമുള്ളവരാണ് അങ്ങനെ എഴുതാനും ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന തരത്തിൽ വേണം എഴുതാൻ.
അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ ആം എന്ന് പറഞ്ഞാണ്, ഞാൻ, അല്ലേ? നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെ നമ്മളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചേഞ്ചസ്, ഇതിനെയൊക്കെ ഒന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തി എടുക്കണമെങ്കിൽ ഐ ആം വെച്ച് തന്നെ തുടങ്ങണം. ഞാൻ ഇന്ന ഇത് എന്നും പറഞ്ഞുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതോടൊപ്പം നമ്മൾ എഴുതുന്ന ആ ഒരു സെൻറ്റൻസിൽ ഓരോ കാര്യങ്ങളിൽ നമ്മൾ എഴുതുമ്പോഴും അതിലൊരു ഇമോഷൻ ആഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ്നെസ് കൂട്ടാനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന് വളരെ എക്സൈറ്റഡ് ആണ്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കാര്യമല്ല, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ വേർഡ്സ് ആണ് റിലാക്സ്ഡ്, ജോയിയസ്, ഹാപ്പി. ഇതെല്ലാം യൂസ് ചെയ്യണമെന്നല്ല, ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളത് ഈ വാക്കുകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഇതില്ലാതെയും എഴുതാം, പക്ഷേ എഴുതുന്നതായിരിക്കും ഇതുകൂടെ ആഡ് ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവ്നെസ് തരും. ഇനി ഈ എഴുതി കഴിഞ്ഞാൽ പലർക്കും ഉള്ള സംശയം, ഈ അഫർമേഷൻസ് ഞാൻ ഒരു 5 കാര്യം എഴുതിയിട്ടുണ്ട്, ഇത് ഞാൻ എന്നും ആവർത്തിച്ച് എഴുതണോ, അതോ ഞാൻ വായിച്ചാൽ മാത്രം മതിയോ, എന്നും ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളുമുണ്ട്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അഫർമേഷൻസ് വർക്ക് ചെയ്യൂ എന്നൊന്നുമില്ല. നിങ്ങൾ ഒരു തവണ എഴുതാൻ മാത്രം താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ എഴുതിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് വായിച്ചാൽ മതിയാവും. ഇനി അതല്ല, എന്നും എനിക്ക് എഴുതണം എന്നാഗ്രഹമുള്ളവർക്ക് അങ്ങനെ എഴുതാം. ഇനി ഒരു തവണയൊന്നും എനിക്ക് എഴുതിയാൽ പോരാ, എനിക്കൊരു 20 തവണ അല്ല 50 തവണ എഴുതണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ അങ്ങനെ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അതും നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ, എങ്ങനെയാണോ നമ്മൾക്ക് മനസ്സിന് ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ അഫർമേഷൻസ് സാധിക്കുന്നതെന്ന് തോന്നുന്നോ ആ രീതി നമുക്ക് ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫലം കിട്ടണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഡെയിലി എഴുതുക, ഒച്ചത്തിൽ എന്നും തന്നെ വായിക്കുക, അതോടൊപ്പം ആ എഴുതുന്ന കാര്യങ്ങൾ വിഷ്വലൈസും കൂടെ ചെയ്യുക. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ അഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുതരും. അപ്പോൾ എന്നും ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഈ അഫർമേഷൻസിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആദ്യത്തെ ഒരു ദിവസം സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഡയറിയിൽ ഡേറ്റും ടൈമും ഒക്കെ ഇട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതോടൊപ്പം ഇനി പലപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഈ അഫർമേഷൻസ് നമ്മൾ എന്നും എഴുതിയാലും അത് വായിച്ച് നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയത് നമ്മൾ വായിക്കാൻ തയ്യാറാണ്. അതിനൊരു സമയം വേണം, അല്ലേ? പലതവണ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. എങ്കിലും എപ്പോഴും നമുക്ക് ഒരു കൃത്യസമയത്ത് അഫർമേഷൻസ് എഴുതാൻ താല്പര്യമുള്ളവരാണ് എഴുതാൻ വേണ്ടി മാറ്റിവെക്കുക. ഏറ്റവും സ്യൂട്ടബിൾ ടൈം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന ഉടനെ, അതോടൊപ്പം തന്നെ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്. ഈ 2 സമയമാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. എഴുന്നേൽക്കുന്ന സമയം നമ്മളുടെ മൈൻഡിൽ മറ്റു ചിന്തകളൊന്നുമില്ല, നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണോ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയാനായിട്ട് ഈ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ കാര്യങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ അതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്, അല്ലേ? ഈ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങളാണോ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നേടേണ്ട വഴികൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്ന സമയത്തും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അഫർമേഷൻസ് എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം രാവിലെ നമ്മൾ എഴുതി എന്ന് കരുതുക. ഇനി എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയാം. നമ്മൾ എഴുതേണ്ട 5 കാര്യങ്ങൾ ഒരു ദിവസം, ഇന്നാണെങ്കിൽ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എഴുതി കഴിഞ്ഞതിന് ശേഷം ആ എഴുതിയ ഓരോ പോയിൻറ്റും നിങ്ങൾ ഈ 5 പോയിൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 പോയിൻറ്റും ഉച്ചത്തിൽ തന്നെ വായിക്കുക. അതിനുശേഷം ഓരോ എഴുതിയ പോയിന്റുകൾ നിങ്ങളൊന്ന് മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുക. ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ജോലി എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു വേണം നിങ്ങൾ എഴുതാൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതുമ്പോൾ നമ്മൾ നേടാൻ പോകുന്ന ഒരു കാര്യം, വിദൂരമായിട്ട് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം നല്ല എഴുതേണ്ടത്, പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ എൻ്റെ ഡ്രീം ജോബിലാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട വീട് വെച്ച് കഴിഞ്ഞു, ആ വീട്ടിലാണ് എന്നുള്ള രീതിയിൽ വേണം അഫർമേഷൻസ് എഴുതാൻ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ എഴുതുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആ ഓരോ കാര്യങ്ങൾ എഴുതിയതിന് ശേഷം വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ, ആ പൊസിഷനിൽ ചെയറിലിരിക്കുന്നത്, നിങ്ങളുടെ ആ ഓഫീസ് റൂമൊക്കെ നിങ്ങൾ ഭാവനയിൽ കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ വീടിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ, ഇഷ്ടപ്പെട്ടതായ രീതിയിൽ വെച്ച് ആ വീട്ടിൽ നിങ്ങളായിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ വിഷ്വലൈസും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു തവണ വായിച്ചു, ഇനി നിങ്ങൾക്ക് വീണ്ടും വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. എത്ര തവണ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ലക്ഷ്യത്തെ,
ആഴത്തിൽ വേരുറപ്പിക്കാൻ എത്ര തവണ എടുക്കുന്നോ അത്രയും തവണ നിങ്ങൾ വായിക്കുക, അതോടൊപ്പം വിഷ്വലൈസ് ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുതുന്ന കാര്യം ആരോടും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാകാം, ഫാമിലിയിലുള്ളവരാകാം. കാരണം നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അത് ചിലപ്പോൾ ഷെയർ ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന ആംഗിൾ, നമ്മളിപ്പോൾ ഭാവിയിൽ എനിക്ക് ഇന്ന ആളാകണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പം പരിഹാസമാണ് നമുക്ക് മടക്കി കിട്ടുന്നതെങ്കിൽ അത് നമ്മളെ ലൈഫിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളിലും നമുക്ക് ചില സ്വകാര്യതയുടെ ആവശ്യമുണ്ട് വ്യക്തിപരമായ കാര്യത്തിൽ. ഇവിടെയും നിങ്ങൾ അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ അഫർമേഷൻസ് എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പതിയുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത്, എല്ലാവരും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൂടുതലും ആളുകളിലേക്ക് എത്താത്ത രീതിയിൽ നിങ്ങളുടെ വർക്ക് ടേബിൾ അല്ലെ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ ഉണ്ട്, അതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കുന്ന അഫർമേഷൻസ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വായിക്കാനും നിങ്ങളുടെ ശ്രദ്ധ പതിയാനുമൊക്കെയും നിങ്ങളെ സഹായിക്കും. ഇനി എത്ര നാൾ ഈ അഫർമേഷൻസ് പറയുകയും എഴുതുകയും ചെയ്യണമെന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുക, എന്ത് കാര്യത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് പ്രധാനപ്പെട്ടാണ് അല്ലേ. നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം എന്ന് പറയാതെ ഇന്ന് തന്നെ അത് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും എഴുതുമ്പോൾ നിങ്ങളൊരു 21 ഡേയ്സ് ഫോക്കസ് ചെയ്യുക എന്ന് ഞാൻ പറയും. 21 ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഈ 21 ദിവസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ നമ്മളെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കാനാണ് 21 ഡേയ്സ്. അതോടൊപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് 21 ദിവസത്തേക്ക് ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഷോർട്ട് ടൈമായിട്ടാണ് നിങ്ങളുടെ ഗോളെങ്കിൽ, നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തിയായെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി അതല്ല, കുറച്ച് സമയം എടുക്കുന്നതാണെങ്കിൽ ഈ 21 ദിവസത്തിനപ്പുറത്തേക്കും നമുക്ക് ഈ എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്ന് ഉള്ളതാണ് പറയുന്നത്. ഈ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഇഫക്റ്റ് കൊണ്ടുതരണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് ഈ എഴുതണം, വായിക്കണം, വിഷ്വലൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്? ഈ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൂടുതൽ പതിയാനും, അങ്ങനെ പതിഞ്ഞ് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ അഫർമേഷൻസ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എൻ്റെ ലക്ഷ്യങ്ങൾ ഇന്നതാണ്, അത് ഞാൻ നേടി എന്നുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന് യാഥാർത്ഥ്യം ഏതാണ്, കഴിഞ്ഞു പോയ കാര്യം ഏതാണ്, ഇപ്പം നടക്കുന്നത് ഇതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ആയിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്ത് നമ്മളുടെ ആ ഗോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നമ്മളിൽ പലർക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നുണ്ട്, പക്ഷെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി, ഏത് വഴി പോകണം, അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ എങ്ങനെ കാണണം എന്ന് പോലും അറിയാത്തവരാണ്. അതുകൊണ്ടാണ് കഴിവുണ്ടായിട്ടും പലരും എങ്ങും എത്താത്തത്. അതുകൊണ്ട് ലൈഫിൽ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ അഫർമേഷൻസിലേക്ക് ആക്കിക്കൊണ്ട് അതിനെ എന്നും വായിച്ചും എഴുതിയും അതോടൊപ്പം വിഷ്വലൈസും കൂടെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.